നമസ്കാരം. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയിൽ ആശങ്ക പങ്കുവച്ച് കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി. അണക്കെട്ടിൻ്റെ നിലവിലെ അവസ്ഥ ഭീതി പടർത്തുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഡാം പൊട്ടിയാൽ ആര് ഉത്തരം പറയുമെന്ന ചോദ്യവും മന്ത്രി ഉയർത്തി. കോടതിയെ ശാസ്ത്രീയമായി കാര്യങ്ങൾ ബോധിപ്പിക്കണമെങ്കിൽ പോലും സാറ്റലൈറ്റ് സംവിധാനം വേണമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത്. പൊട്ടിയാൽ ആരുത്തരം പറയും? കോടതികൾ ഉത്തരം പറയുമോ? കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയണം. എന്താണ് ഇതിൻ്റെ അനന്തരഫലമെന്ന് അവർ ഉത്തരം നൽകണം. നമുക്ക് ഇനി കണ്ണീരിൽ മുങ്ങിത്താഴാൻ ആവില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമായിരിക്കും, പൊട്ടില്ലായിരിക്കും. പൊട്ടിയാൽ ആരാണ് ഉത്തരം പറയുക? കോടതികൾ ഉത്തരം പറയുമോ? കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടതുണ്ട്. പക്ഷേ അതുണ്ടാകും എന്ന് തോന്നുന്നില്ല. ഇനിയും നമുക്ക് ദുഃഖിക്കാനാകില്ല. ഇന്നും നിറഞ്ഞു നിൽക്കുന്ന വിഷയമാണ് അത്. പൊട്ടുമായിരിക്കും എന്നൊക്കെ പറയുന്നു. ഒരുപക്ഷെ പൊട്ടിയാൽ ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും? സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടുകൂടിയാണ് സുരേഷ് ഗോപി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഹൃദയത്തിൽ ഇടിമുഴങ്ങുന്നത് പോലെയാണ് ആ ഡാം നിൽക്കുന്നത്. ഇതിൻ്റെ അനന്തരഫലം എന്ന് നമുക്കാർക്കും അറിയില്ല. ഡാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലിയ രീതിയിൽ പുരോഗമിക്കുന്നതിന് ഇടയിലാണ് സുരേഷ് ഗോപിയുടെ ഇത്തരത്തിൽ ഉള്ള പ്രതികരണം. നേരത്തെ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബംഗളൂരുവിലെ ISRO ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച. ISROയിലെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുമായും അദ്ദേഹം ചർച്ചകൾ നടത്തി. ജൂൺ മാസത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷയുമായി സംബന്ധിച്ച് മേൽനോട്ട സമിതി പരിശോധന നടത്തിയിരുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടലിന് പിന്നാലെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സമൂഹമാധ്യമത്തിൽ ഉൾപ്പെടെ വ്യാപകമായ പ്രചരണവും ചർച്ചകളും വീണ്ടും തുടങ്ങിയത്. ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും പുതിയ ഡാം നിർമ്മിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായും ഉയരുന്നത്. ഇതിൻ്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ക്യാമ്പയിൻ അടക്കം സംഘടിപ്പിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് സർക്കാർ വാദം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഡാമിൻ്റെ സുരക്ഷ സംബന്ധിച്ച വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്നും ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയിരുന്നു. പുതിയ അണക്കെട്ട് വേണം എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ ആവശ്യമെന്നും അദ്ദേഹം പറയുന്നു. ഡാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ നടത്തരുത് എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതി. തമിഴ്നാടുമായി ചേർന്ന് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മുല്ലപ്പെരിയാർ സമരസമിതി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സുപ്രീം കോടതിയിൽ തമിഴ്നാടിൻ്റെ വാദങ്ങൾ വിജയിക്കണം എന്ന ആഗ്രഹമാണ് കേരളം പ്രകടിപ്പിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം കൂടി മുല്ലപ്പെരിയാർ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ വലിയ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു ദുരന്തം കേരളത്തിൻ്റെ മുന്നിൽ ഇരിക്കുന്നു എന്നുള്ള ചില സൂചനകൾ ആണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പുതിയ ഡാം പണിയുക എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിർദ്ദേശം എന്ന് മന്ത്രി പറയുമ്പോഴും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അടക്കം കൃത്യമായ ഒരു ഉത്തരമോ അല്ലെങ്കിൽ വ്യക്തത ഉള്ള ഒരു ഉത്തരമോ നൽകുന്നില്ല എന്നും പരാതിയുണ്ട്. എന്താണ് കേരളത്തിൻ്റെ നിലപാട്? എന്താണ് തമിഴ്നാടിൻ്റെ നിലപാട്? ഇത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തണം എന്നുള്ള വാദം കേരളത്തിൽ നിന്നുള്ള MP-മാർ അടക്കം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടാകാത്തതിൽ ആശങ്കയുണ്ട് എന്നും പറയപ്പെടുന്നു.